സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഉള്ള തയ്യാറെടുപ്പിലാണ് കൊല്ലം. 15 കൊല്ലത്തിന് ശേഷമാണ് സ്കൂൾ കലോത്സവം കൊല്ലത്തെത്തുന്നത്. അടുത്ത മാസം 4-ാം തീയതി തുടങ്ങുന്ന മേളയിൽ 14,000-ഓളം കുട്ടികൾ 239 ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. 239. അരുൺരാജ് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺരാജ്, പറയൂ വിശദാംശങ്ങൾ. കൗമാരക്കാരുടെ കലാവൈഭവത്തിന് കൊല്ലം ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ ഈ ഹരിത പ്രോട്ടോക്കോളിന്റെ വിളംബര ജാഥയാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. MP അടക്കമുള്ളവർ ഇതിന് സന്നദ്ധരായി എത്തിയിട്ടുണ്ട്. വിവിധ സ്കൂളുകളിൽ നിന്ന് കൂടുതൽ വിദ്യാർത്ഥികളെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. വളരെ വിശാലമായ രീതിയിൽ ഈ ഹരിത പ്രോട്ടോക്കോൾ അടക്കം പാലിക്കണം, കലോത്സവം പൂർണ്ണമായും ഹരിത പ്രോട്ടോക്കോൾ വേണമെന്നടക്കമുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ വിദ്യാർത്ഥികളോട് അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അങ്ങനെ കലോത്സവത്തിന് കൊല്ലം ഒരുങ്ങുകയാണ്. ആരവത്തിന്റെയാണ്, ആ ആരവത്തിലേക്ക് കൊല്ലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലാഷ് മോബോട് കൂടിയാണ് ഈ ഇന്നത്തെ ഈ പരിപാടി ക്ലീൻ ഡ്രൈവ് എന്ന പ്രോഗ്രാം കൊല്ലം നഗരത്തിൽ ആരംഭിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും ഈ പരിപാടി നടക്കുന്ന വേദികളിലേക്ക് പ്ലാസ്റ്റിക് പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്ലാസ്റ്റിക് ക്ലീൻ ക്യാമ്പസ്, അതുപോലെ തന്നെ ക്ലീൻ വേദികൾ, ഈ പ്ലാസ്റ്റിക് ക്ലീൻ വേദികളായി എല്ലാ വേദികളെയും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ പരിപാടികളടക്കം നടക്കുകയും ചെയ്യും. നമ്മൾ ഈ കൊല്ലം ചിന്നക്കടയിൽ നടക്കുന്ന ഫ്ലാഷ് മോബാണ്, അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറാമാൻ രാജ്കിരൺ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഈ ഹരിത കലോത്സവം അതിന്റെ വിളംബര ജാഥയുടെ ഭാഗമായി നടത്തുന്ന ഫ്ലാഷ് മോബാണ് കൊല്ലം ചിന്നക്കടയിൽ ഇപ്പോൾ തുടരുന്നത്. അപ്പോൾ അരുൺരാജ്, നമുക്ക് ആളുകളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഒരുപാട് ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടല്ലോ അവിടെ. അവരൊക്കെ ഇന്നെന്തായിരിക്കും, ഈ വിളംബര ജാഥയാണോ ഇത്? തീർച്ചയായും വലിയ ജനക്കൂട്ടം തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ വിവിധ സ്കൂളുകളിൽ നിന്ന്, ജില്ലയുടെ വിവിധ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ അടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലത്തിന്റെ പ്രിയങ്കര MP NK പ്രേമനടക്കം ഈ പരിപാടിയിൽ ഇപ്പോൾ സന്നിധരാണ്. വീണ്ടും കലോത്സവം കൊല്ലത്തേക്ക് എത്തുകയാണ്. വലിയ ആരവത്തിലാണ് കൊല്ലം. എങ്ങനെയാണ് ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള മികവുറ്റ സംഘാടക പ്രവർത്തനങ്ങളാണ് കൊല്ലം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 14,000-ലധികം വരുന്ന കുട്ടികൾ പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ കലോത്സവം 100% ഹരിത യുവജനോത്സവം എന്ന നിലയിൽ മാറ്റിത്തീർക്കാൻ വേണ്ടിയിട്ടാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത്. പരിസ്ഥിതി സൗഹൃദ കലോത്സവം എന്ന പേരിൽ പരമാവധി മെച്ചപ്പെട്ട നിലയിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലായി ഇതിനെ മാറ്റിത്തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിളംബരം നൽകിക്കൊണ്ടുള്ള ജാഥയാണ് ഇപ്പോൾ നടക്കുന്നത്. കുട്ടികളുടെ പങ്കാളിത്തവും അവബോധവും തീർച്ചയായും ഇതിന് സഹായകരമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കലോത്സവം വീണ്ടും കൊല്ലത്തേക്ക് എത്തുമ്പോൾ കൊല്ലം അതിന്റെ ആവേശത്തിലും ആരവത്തിലുമാണ്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ കൊല്ലത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. വർണ്ണാഭമായി ഈ കലോത്സവത്തെ കൊണ്ടാടുക എന്ന ലക്ഷ്യമാണ് കൊല്ലം ഇക്കട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, താങ്ക് യു അരുൺരാജ്. എന്തായാലും കൊല്ലം ഇളക്കി മറിക്കും ഈ കലാമാമാങ്കം എന്ന കാര്യത്തിൽ സംശയമില്ല. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.